നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രൂഫിലേക്ക് സ്വാഗതം. ബീഹാറിൽ BJP JDU സഖ്യത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന വലിയ ലക്ഷ്യമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത്. അതിനായി അവർ അവസരം കാത്തിരിക്കുകയാണ്. ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരിക്കുന്ന രാഷ്ട്രീയ ജനതാദൾ നേതൃത്വം നൽകി ഇടതു പാർട്ടികളുടെ ശക്തമായ പിന്തുണയോടെ മഹാസഖ്യം രൂപീകരിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ സഖ്യത്തിൽ കോൺഗ്രസും ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരക്കിട്ട് നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണം വിളിച്ചു വരുത്തിയ പ്രതിഷേധവും തർക്കങ്ങളും തുടരവെയാണ് നിയമസഭയിലേക്ക് പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. നവംബർ 6, 11 തീയതികളിൽ വോട്ടെടുപ്പും 14 വോട്ടെണ്ണലും നടക്കും. 7,43,00,000 പേർക്കാണ് വോട്ടവകാശമുള്ളത്. 14 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. CPI, CPIM, CPIML, RJD, കോൺഗ്രസ്, RLJP, JMM, വികാസ്, ഇൻസാൻ പാർട്ടി എന്നിവ ഉൾപ്പെട്ട മഹാസഖ്യവും JDU, BJP, LJP, HMA, രാഷ്ട്രീയ ലോക് മോർച്ച അടങ്ങിയ NDA തമ്മിൽ വാശിയേറെ പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ 25 വർഷം രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ വഴി 9 തവണ മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാർ പ്രതിപക്ഷത്ത് നിന്ന് മാത്രമല്ല സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ കടുത്ത വെല്ലുവിളിയെ നേരിടുകയാണ്. 2020 തെരഞ്ഞെടുപ്പിൽ LJP നേതാവ് ചിരാഗ് പാസ്വാൻ ഉപയോഗിച്ച് BJP നിതീഷിന്റെ ചിറകുകൾ അരിയാൻ ശ്രമിച്ചത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബീഹാറിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കിരിക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കാത്തത് NDAയിൽ പടലപ്പിണക്കം രൂക്ഷമാക്കിയിരിക്കുകയാണ്. നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ലെന്നാണ് BJP നിലപാട്. ചിരാഗ് പാസ്വാന്റെ LJPയും ജിതേന്ദ്ര മാഞ്ചിയുടെ HMM BJPക്ക് ഒപ്പമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യം അനുകൂലമെങ്കിൽ പരമാവധി MLAമാരെ കൂറുമാറ്റി JDUവിനെ വിഴുങ്ങുവാനും BJP ശ്രമിക്കും. നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം KPCC പുനഃസംഘടന നടത്തിയിരിക്കുകയാണ്. എന്നാൽ പുനഃസംഘടന പൂർണ്ണമായില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. പുനഃസംഘടനാ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ജനറൽ സെക്രട്ടറിമാർ 58 പേർ, വൈസ് പ്രസിഡന്റുമാർ 11. ജംബോ പട്ടിക പുറത്തു വന്നപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാണ്. പരമ്പരാഗത ഗ്രൂപ്പുകൾക്കൊപ്പം വിവിധ സമുദായ സംഘടനകളും അവരുമായി ബന്ധപ്പെട്ട മറ്റ് പ്രസ്ഥാനങ്ങളും പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിമാർ 58 പേർ ആണെങ്കിൽ സെക്രട്ടറിമാർ 116 വരും. ഇതുകൂടാതെ KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, KPCC അംഗങ്ങൾ, DCC പ്രസിഡന്റുമാരും പോഷക സംഘടനാ പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള KPCC യോഗം ചേരണമെങ്കിൽ തലസ്ഥാന നഗരിയിലെ ഏതെങ്കിലും വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. KPCC പുനഃസംഘടനയിലെ തർക്കം രൂക്ഷമായി നിൽക്കെ നാളെ വിളിച്ച പുതിയ ഭാരവാഹികളുടെ യോഗം മാറ്റി. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ AI ഗ്രൂപ്പുകളെ ഒതുക്കി KC വേണുഗോപാൽ പിടിച്ചെടുത്തതിൻ്റെ മുറിവ് നിലനിൽക്കെയാണ് KPCC പുനഃസംഘടനയും നടന്നത്. മുൻ KPCC പ്രസിഡന്റുമാരായിരിക്കുന്ന രമേശ് ചെന്നിത്തലയും K മുരളീധരൻ നിർദ്ദേശിച്ച പേരുകളും വെട്ടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർദ്ദേശിച്ച പേരുകളും KC വെട്ടിയിരിക്കുകയാണ്. VD സതീശൻ പങ്കെടുക്കില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് നാളെ ചേരാനിരുന്ന പുതിയ ഭാരവാഹികളുടെ യോഗം മാറ്റിയിരിക്കുന്നത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പുനഃസംഘടന സാധ്യമല്ലെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞത് K മുരളീധരനും ചാണ്ടി ഉമ്മനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ്. അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും അവഗണിച്ചതിനെതിരെ ഓർത്തഡോക്സ് സഭ പരസ്യമായി നിലപാടെടുത്തതും സണ്ണി ജോസഫിനെ പ്രകോപിപ്പിച്ചു. തന്നെ തഴഞ്ഞതിനെതിരെ ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരിച്ചതും സണ്ണിക്ക് ക്ഷീണമായിരിക്കുകയാണ്. KPCCയുടെ കാര്യങ്ങൾ സഭ തീരുമാനിക്കേണ്ട എന്ന സണ്ണിയുടെ വിമർശനം കടന്ന കൈയാണെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ കുഞ്ഞാടുകളാണെന്ന് ഒരു കോൺഗ്രസ് നേതാവ് ചാനൽ ചർച്ചയിൽ പരിഹസിച്ചതും വിവാദമായിരിക്കുന്നു. INUC ഒഴികെയുള്ള മുഴുവൻ പോഷക സംഘടനകളുടെയും KPCCയുടെ തലപ്പത്ത് വേണുഗോപാൽ പക്ഷക്കാരാണെന്ന യാഥാർത്ഥ്യവും അത് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന പ്രഖ്യാതങ്ങളും തിരിച്ചറിഞ്ഞാണ് പുനഃസംഘടനയ്ക്കെതിരെ നേതാക്കൾ രംഗത്തെത്തിയിട്ടുള്ളത്. ജനയുഗ പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.